അമ്മയ്ക്കറിയാം, അച്ഛനറിയാം. അപ്പോൾ അത്രയും ബന്ധമുള്ള ചേച്ചിക്ക് നമ്മളോട് ഒരു കാര്യം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചേച്ചി എന്നെ പറ്റി വേറെ ഒന്നും വിചാരിക്കുന്നത് ഞാൻ ചേച്ചി കുറ്റപ്പെടുത്തും. ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ ഇപ്പൊ ഭരണം, പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം. ഈ സംഭവത്തിന് ശേഷം അവളുടെ വീട്ടിലിരുന്ന് അവൾ ഈ സംഭവം നമ്മളോട് വിശദീകരിക്കുമ്പോൾ അൻസിബ ഹസൻ നൽകിയ ഹർജി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ ഹസ്ബൻഡ് ചേട്ടൻ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭാഗ്യലക്ഷ്മിക്കെതിരെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള എല്ലാവർക്കും എതിരെയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അമ്മാതിരി രീതിയിലാണ്, അത്രയും പഞ്ചിലാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടുള്ള ആ ചേട്ടൻ രംഗത്ത് വന്നിട്ടുള്ളത്. റീസെൻ്റ്ലി ഞാൻ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ചേട്ടൻ ഇതുവരെ രംഗത്ത് വരുന്നില്ല? അങ്ങയുടെ പത്നിയെ നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാല ഇട്ടിട്ടും എന്തുകൊണ്ട് ചേട്ടൻ രംഗത്ത് വരുന്നില്ല? അപ്പോഴൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും ചേട്ടൻ പലരുടെയും കമന്റ് ബോക്സുകളിൽ രംഗത്ത് വരുന്ന ഞാൻ ശ്രദ്ധയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ പെടുകയും അതേ തുടർന്ന് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യാണ്, ചേട്ടൻ എപ്പോൾ രംഗത്ത് വരും. അവസാനം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വാട്ട് എ പഞ്ച് ഡയലോഗ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, എനിക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും മറക്കണ്ട. സൈഡിൽ കമന്റിന്റെ സൈഡിൽ ഒരു ഓപ്ഷൻ കാണും, അതുണ്ടെങ്കിൽ അതും കൊടുക്കാൻ മറക്കണ്ട. ഇങ്ങനെ ഒരു സ്ക്രോളിങ്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം സുഹൃത്തുക്കളെ. എന്താണ് ഇപ്പോഴത്തെ വിഷയം? നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡാണ് മെയിൻ വിഷയം. അതിനു മുന്നേ, കുറച്ച് നാളുകൾക്ക് മുന്നേ അമ്മ സംഘടനയിൽ നടന്നിട്ടുള്ള തിരുവാതിരയിലേക്ക് നമുക്ക് പോകാം. തിരുവാതിര തന്നെ തോന്നുന്നു. എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. ഞാൻ പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളെക്കാളൊക്കെ വളരെ ഏജ് കുറവുള്ള ഒരു പാവം പയ്യനാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഇവരുടെ തിരുവാതിര പരിപാടിയിൽ നമ്മുടെ അനൗൺസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിയിലോട്ട് പോവാം, എന്നിട്ട് ഹസ്ബൻഡിലോട്ട് പോകാം. നമുക്ക് എല്ലാത്തിലും ഒരു മയം വേണ്ടേ. അപ്പോൾ ആദ്യം തിരുവാതിര പരിപാടി ചേച്ചി അനൗൺസ് ചെയ്ത് നമുക്കൊന്ന് കാണാം. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണിത്. ഞങ്ങൾ ഏതാനും ദിവസം മുമ്പ് ഞങ്ങളുടെ അസോസിയേഷൻ, അതായത് അമ്മ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര താരങ്ങൾ എല്ലാവരും ചേരുന്ന സംഘടനയാണ് ഞങ്ങളുടേത്. അമ്മ എന്നാണ് പേര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങള് ഈ പ്രാവശ്യം തീർച്ചയായും ഇത് അമ്മമാരുടെ ഷോ ആയിരിക്കണം എന്ന്, ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ ഇപ്പൊ ഭരണം, പ്രസിഡന്റും സെക്രട്ടറിയും. അറിയാം, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയില്ലേ. നിങ്ങൾ പെണ്ണുങ്ങളായിരുന്നു ഭരണം. ഇത് പഴയ വീഡിയോ ആണ്. നിങ്ങൾ പെണ്ണുങ്ങളായിരുന്നു ഭരണം. ആ ഭരണത്തിന്റെ ഭരണം കാരണം ഇപ്പം മനസ്സിലായി നാട്ടുകാർക്ക്. പെണ്ണുങ്ങളെ കൊണ്ട് ഭരണത്തിൽ ഏൽപ്പിച്ച ഇങ്ങനെ ഇരിക്കും. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ അല്ല കേട്ടാ. അൻസിബയെ പോലുള്ള നല്ല ചങ്കൂറ്റമുള്ള നല്ല ജെനുവിനായിട്ടുള്ള പെൺകുട്ടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ പോകും. എന്നാൽ ഇതുപോലെയുള്ള അൽക്കുലത്തുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അത് നാട്ടുകാർക്ക് ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലായി. നിങ്ങൾ പെണ്ണുങ്ങളായിരുന്നു ഭരണമെന്ന്. പ്രസിഡന്റ് ആയാലും കൊള്ളാം, സെക്രട്ടറി ആയാലും കൊള്ളാം, എല്ലാം കൊള്ളായിരുന്നു. ഓളിയായിരുന്നു. നിങ്ങൾ പെണ്ണുങ്ങളായിരുന്നല്ലേ ഭരണം. പറ. വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം പേരും എല്ലാവരും പെണ്ണുങ്ങളായതുകൊണ്ട് അമ്മമാർ പൊടിക്കടങ്ങ്. ലക്ഷ്മിപ്രിയ എന്തൊക്കെയായിരുന്നു. നമ്മുടെ സിബിലാലിന്റെ പൈസ കൊടുത്ത പാവത്തിനെ പറ്റിച്ചിട്ടിരിക്കണല്ലോ. സംഘടനയിലൊക്കെ കയറിയുന്ന മുല്ലപ്പൂവൊക്കെ വെച്ച് വെള്ള സാരിയും ചുവന്ന ബ്ലൗസ് ഇട്ടുകൊണ്ട് നിന്നും കൊണ്ട് ചേച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നന്മയുള്ള ലോകമേ. പിന്നെ ഈ അമ്മ സംഘടന സത്യം പറഞ്ഞ സിനിമയിലുള്ളവർക്കുള്ള സംഘടനയല്ലേ, അല്ലാണ്ട് സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി പോയി എവിടെയൊക്കെ എത്തി നോക്കിയവർക്ക് ഒക്കെ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേർക്ക് നിങ്ങൾ ചാൻസ് കൊടുക്കണം കേട്ടോ. അമ്മ സംഘടന വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ലേ. അവനും ഏതോ സിനിമയിൽ ബാക്കിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ പുതിയ മുഖത്തിൽ ആറാട്ടെണ്ണം ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ചാൻസ് കൊടുക്കണം. അതുപോലെ എത്തി നോക്കിയാൽ വന്നു പോയതും സൈഡിൽ നിന്നതിനെയൊക്കെ പിടിച്ച് അമ്മ സംഘടനയിൽ ഇരുത്തി സിനിമാക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലടേ. അങ്ങനെയാണെങ്കിൽ ഞാനും വരും. പൈസ തന്ന സംഘടനയെ കയറ്റുമെങ്കിൽ ഞാനും വരാം. എന്തെങ്കിലും ഒരു 10,000 രൂപ ഞാനും തന്നിട്ട് ഞാനും സംഘടനയിൽ കയറാം ഭാരവാഹിയായിട്ട്. ആ പരിപാടിയൊന്നും ചെയ്യില്ല. അൽക്കുലത്ത് പരിപാടി. അമ്മ ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അതിപ്പോൾ ആമ പോലെയായി അവസ്ഥ. പറ ചേച്ചി. പ്രാധാന്യം വേണം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ പഠിച്ച തിരുവാതിരയാണത്. ഞങ്ങൾ കിഡ്നി റിമൂവ് ചെയ്ത, നമ്മുടെ ഒരു കാലത്ത് മലയാള സിനിമയിലെ മിന്നുന്ന താരമായിരുന്നു, നമ്മളെല്ലാം ഒരുപാട് കോരി തെളിപ്പിച്ച വിചിത്ര ആൻഡി അങ്ങ് അറ്റത്ത് നിപ്പുണ്ട്. ഇപ്പുറത്ത് രമാദേവി, ഇപ്പുറത്തെ നമ്മുടെ ബിന്ദു വരാപ്പുഴ ചേച്ചി, നമ്മുടെ രഞ്ജിനി ചേച്ചി, നമ്മുടെ അഞ്ചു അരവിന്ദ് നൃത്യങ്ങളുടെ വൈവിധ്യം കൊണ്ട് കലാതിലകമായിരുന്നു. തമിഴ് സിനിമാ ലോകം പിടിച്ചടക്കിയ നമ്മുടെ അഞ്ചു ചേച്ചി, അതുപോലെ കൃപ, കുട്ടിക്കാലം മുതൽ നമ്മുടെ മുന്നിൽ വളർന്ന ആർട്ടിസ്റ്റാണ് കൃപ. നമ്മളെ ഇപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ബീന ചേച്ചി, ഒരുപാട് ചലച്ചിത്രങ്ങളിൽ നായികയായിട്ടുള്ള നമ്മുടെ രൂപശ്രീ, തമിഴും തെലുങ്കുമാണ് ഏറ്റവും കൂടുതൽ രൂപ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ, എന്നെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഇപ്പോഴാണ് 10 പേര് അറിഞ്ഞത് ഈ ഒരു വിഷയം വന്നപ്പോൾ, അല്ലാണ്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ ബിഗ് ബോസിലെ ബുള്ളറ്റ് എവിക്ഷൻ, അത് ഞാൻ മറക്കത്തില്ല. അതുപോലത്തെ ഒരു ബുള്ളറ്റ് എവിക്ഷൻ ഈ കേരളക്കാരും കണ്ടിട്ടുണ്ടാവാൻ ചാൻസും ഇല്ല. അതുകൊണ്ട്
ആ ഒരു രീതിയിൽ അറിയാം. അല്ലാണ്ട് ആരറിയാം? ഏതെങ്കിലും സിനിമയിൽ അതിന് നല്ലൊരു റോള് അഭിനയിച്ചിട്ടുണ്ടാവും. അന്നും സിനിമാക്കാരാണ്, ഞങ്ങൾ സിനിമ മറ്റേ ലോകം കീഴടക്കുന്നവരാണെന്നൊക്കെ ഉള്ളൊരു തള്ളുന്നുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. അല്ലാണ്ട് എനിക്കൊന്നും നിങ്ങളെപ്പോലും എത്തി നോക്കിയത് പോലും പോലെ എനിക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ സിനിമ അഭിനയിക്കാൻ അങ്ങനെ നടക്കുന്നില്ല, അഭിനയിക്കാൻ എനിക്കുള്ള കഴിവുമില്ല. അത് വിടും, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പക്ഷേ നിങ്ങളുടെയൊക്കെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ തോന്നും കാലാകാലമായിട്ട് മെഗാസ്റ്റാറിൻ്റെയും ലാലേട്ടൻ്റെയൊക്കെ നായികയായിട്ട് അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന വലിയ നായികയാണ്. ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ. ബേസിക്കലി ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ചെറിയ ആർട്ടിസ്റ്റ് ഒന്നും ആർട്ടിസ്റ്റ് അല്ലേ എന്നുള്ളൊരു തോട്ട് ചിലപ്പം വരും. പക്ഷെ ഇതുപോലെ ഉള്ളതിന് ഇങ്ങനെ 10 പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടില്ല. ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ പറ. അതുപോലെ നമ്മുടെ നാട്ടുകാരി എന്ന തൈക്കാട്ടപ്പന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഭാഗ്യവതിയായ പ്രിയങ്ക ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വാതിൽ തുറന്നു വന്നത്. അതുപോലെ കുട്ടിക്കാലം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സജിത ബേട്ടി, നമ്മുടെ ഷബിന ആന്റി ഒരുപാട് സിനിമകളുണ്ട്. നസീർ സാറിന്റെ അതിരിക്കട്ടെ, ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ മറന്നു. ലക്ഷ്മിപ്രിയക്ക് സിനിമയിലും സീരിയലിലൊന്നും അഭിനയിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ജീവിതത്തിൽ അഭിനയിക്കറിയാം. നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങൾ കടന്ന് മെഴുകി ഉരുണ്ട് പരണ്ട് ഒന്നും പറയാല്ല. പറഞ്ഞില്ല പിന്നെ ഞാൻ മറന്നു. സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവരെയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട്. എന്താവുന്ന ദൈവത്തിന് അറിയാം. മഹാദേവൻ കാക്കും. പിന്നെ നമ്മുടെ മാനസക്കുട്ടി ഒരുപാട് ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നായികയാണ്. പിന്നെ നമ്മുടെ ദീപികാന്റെ അമ്മ വേഷങ്ങൾ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം വിവരിച്ച് ഒരു വഴി അങ്ങ് പോയിട്ട് പിന്നെ തിരുവാതിര അങ്ങോട്ട് തുടങ്ങും. അയ്യോ, ലക്ഷ്മിപ്രിയയുടെ ആങ്കറിങ്ങൊക്കെ കാണുമ്പോൾ സംഘടനയൊക്കെ ഫുള്ള് കയ്യിൽ കിട്ടിയ സന്തോഷത്തിരിക്കുകയാണ്. ഇനി കുറേ വെട്ടിപ്പും തട്ടിപ്പും കൈയിട്ട് ആരെങ്കിലും ഒക്കെ നടത്താമല്ലോ. പ്രൊഡ്യൂസറിന് 20 ലക്ഷം പറ്റിച്ചാൽ നിങ്ങളൊക്കെ പിന്നെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് എന്ത് ചെയ്യും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്വന്തം പ്രിയങ്കരിയായിട്ടുള്ള ലക്ഷ്മിപ്രിയ ചേച്ചി തിരുവാതിരയൊക്കെ കളിച്ച് അമ്മ സംഘടനയെ അടിപൊളിയായിട്ട് വെൽ ഡെവലപ്ഡായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു എന്തൊക്കെയോ സംഭവിച്ചത് ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ പല ആരോപണങ്ങൾ അൻസിബയ്ക്കെതിരെ ഇട്ടുകൊണ്ട് അൻസിബയെ തകർത്ത് തരിപ്പണമാക്കാനായിട്ടാണ് ഇപ്പോൾ മുൻകൈ എടുത്ത് നടക്കുന്നത്. ഇനി ആരോപണങ്ങൾ ഒന്ന് അവളെ കന്യാകുമാരി ലോഡ്ജിൽ അടുത്ത് വെള്ളമടി, പിന്നെ മറ്റേ മിഥുൽ രാജ് റൂമിൽ കയറി, ഇങ്ങനെ കുറേ ആരോപണങ്ങളാണ്. അങ്ങനെയൊക്കെ കയറി ചേച്ചിക്ക് എന്താണ് ചേച്ചി എന്തായാലും അതിൻ്റെ അകത്തിരുന്ന് മറ്റേ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഇല്ലാത്ത കഥ പറഞ്ഞതുപോലെയും മറ്റേ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഹരാസ് ചെയ്തതുപോലെയൊന്നും അൻസിബ ചെയ്തില്ലല്ലോ. അവളുടെ പേഴ്സണൽ കാര്യമില്ല, ആർക്കും ദ്രോഹമില്ലാത്ത കാര്യം എല്ലാം ചൊറിയുന്നുണ്ടോ ചേച്ചി? ഏമ്പൊക്കെ വന്നേക്കാം, കപ്പ് പിടിച്ചിട്ട് കുറച്ച് നേരം ആയതുള്ളൂ. അപ്പം ചേച്ചിക്ക് വേണ്ടിയിട്ട് നെഞ്ചിൽ കുടിയിരിക്കും അന്ത മാതിരി ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിരിക്കെ രംഗത്ത് നിറയെ പേസിട്ട് ഇരിക്കുക. ആണാ കൊഞ്ചം നിങ്ങൾ കേട്ട് പാരുങ്ക. ചേട്ടൻ കില്ലാടി തന്നെയാണ്. ചേട്ടൻ ഓടി നടന്ന് കമന്റ് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആയത്. കാരണം ഇത്രയും ദിവസം സ്വന്തം ഭാര്യ നാട്ടുകാരെല്ലാം വലിച്ചീറൊട്ടിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ ഇരുന്ന് പിന്നെ നാട്ടുകാരെന്ത് പറയും? അതുകൊണ്ട് ഇപ്പോഴാണ് ചേട്ടൻ രംഗത്ത് വന്നപ്പോഴാണ് നിങ്ങൾ ഒരു ഹസ്ബൻഡാണെന്ന് പ്രൂവ് ചെയ്ത്. ചേട്ടൻ പറയട്ടെ, നമ്മൾ കട്ടയ്ക്ക് കൂടാൻ എന്ത് വന്നാലും ജസ്റ്റിസ് ഫോർ ലക്ഷ്മിപ്രിയ ഹാഷ്ടാഗ് അടിക്കും. തീർച്ചയായിട്ടും ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചേച്ചി എന്നെ പറ്റി വേറെ ഒന്നും വിചാരിക്കുന്നത് ഞാൻ ചേച്ചി കുറ്റപ്പെടുത്താനോ ചേച്ചി വിഷമിപ്പിക്കാനോ അല്ല വന്നത്. ചേച്ചി ഇന്നും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ചേച്ചി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു മനസ്സിൽ ചേച്ചി വലിയ വിഭവം തന്നെയാണ്, വലിയ വിഗ്രഹം തന്നെയാണ്. ചേച്ചി അത്രയ്ക്ക് ടാലന്റാണ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ചേച്ചി എന്തിനാണ് നമ്മൾ വീഡിയോ ചെയ്തത്? ഇപ്പോൾ ചേച്ചി ഒരു വീഡിയോയിൽ ഒന്ന് കാര്യം പറഞ്ഞില്ല, ഞാൻ ചേച്ചി ഫോൺ വിളിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ചേച്ചി ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ചേച്ചി ട്രൈ ചെയ്തു, ഫുൾ ട്രൈ ചെയ്ത് പക്ഷേ കിട്ടിയില്ല. എനിക്ക് ആ നമ്പർ മാറി തോന്നുന്നു, എൻ്റെ കയ്യിലുള്ള നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ചേച്ചി നമ്പർ തന്നെ മാറ്റിക്കളഞ്ഞു. ഈ ഭാഗ്യലക്ഷ്മി ചേച്ചിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോയി എനിക്ക് യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ലക്ഷ്മിപ്രിയയുടെ കേസ് വന്നപ്പോൾ പറഞ്ഞത് 100% കറക്റ്റ് ആയിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഓക്കെ, പറയട്ടെ, നിങ്ങളോടെ ഞാൻ. അപ്പോൾ പലരും പറയുന്നത് അത് നമുക്ക് പ്രശ്നമല്ല, നമ്മളെ കണ്ടിട്ട് പോലില്ലാത്ത ആൾക്കാർ, കേട്ടിട്ട് പോലില്ലാത്ത ആൾക്കാർ. അത് നമ്മളെയാണല്ലോ മച്ചമ്പി, നമ്മൾ മാത്രമല്ല വേറെ പലരും ഉണ്ട് മച്ചമ്പി. പറയട്ടെ, കുഴപ്പമില്ല. ചേട്ടൻ്റെ ഒരു വാദന സിനിമയിലോ സീരിയലോ ടി വിയിലോ കണ്ടിട്ടുള്ള പരിചയം വെച്ച് മാത്രം നമ്മളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കുഴപ്പമില്ല, അതിൻ്റെ സമയമാകുമ്പോൾ അത് നിർത്തിക്കൊള്ളു നമുക്കറിയാം. പക്ഷെ അവരുടെ ഇടയിലേക്ക് ചേച്ചിയെ പോലെയാണ് ഇത്രയും ഫാമിലിയായിട്ട് ബന്ധത്തോടെ വന്നിട്ട് അതെന്ത് ചേട്ടാ, നമ്മൾ സമയമാകുമ്പോൾ നിർത്തിക്കൊള്ളുന്നു? അത് ഭീഷണിയാണല്ലോ ചേട്ടാ. നമ്മളെന്താ മലിഞ്ഞ് കിടക്കണം? അത് ശരിയല്ല, മോശം ഭീഷണിയാണല്ലോ മച്ചമ്പി. പറ. ലക്ഷ്മിപ്രിയ, ഞാൻ ലക്ഷ്മിപ്രിയോട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടാൻ ഇഷ്ടമില്ലാത്തവരാണ്. അയ്യോ, അതുകൊണ്ടാണ് ഇത്ര നാളെ രംഗത്ത് വരാത്തത്. സ്വന്തം ഭാര്യയെ നിലക്ക് നിർത്തേണ്ട നിലക്ക് നിർത്തണം എന്ന് പറഞ്ഞ് പുരുഷ മേധാവിത്വം കാണിക്കണമെന്നല്ല, തൊട്ടിത്തരം കാണിക്കുമ്പോൾ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി പിടിച്ചു നിർത്തണം. ആൻസിബ കൊച്ചിനെ ഫോളോ ചെയ്ത് അവളെ ഹരാസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് അവസാനം അവൾ ഫുൾ സത്യവും തുറന്നു പറഞ്ഞു ഒരു ഫയലുമായിട്ട് വന്ന് കയറി. പിന്നെ അവിടെ നടന്ന ഫുള്ള് ക്ലൻസിങ് ആയിരുന്നു. ഓക്കെ, അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ചേട്ടനെ പോലുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും കേട്ടാ. 10-20 ലക്ഷം ചെക്ക് ബൗൺസ് തട്ടിപ്പ്
ഉത്തരം പറ ചേട്ടാ. അതൊക്കെ പറ്റി സംസാരിക്കട്ടെ. കോടതിയിൽ ക്രിമിനൽ കേസിൽ കിടക്കുന്ന കേസിനെ പറ്റി സംസാരിക്കും. ഇങ്ങനെ വന്നിട്ട് തള്ളി മറിക്കാണ്ട് ചേട്ടാ എന്ത് കൊച്ചു പിള്ളേരെ പോലെ. അത് എന്തായി പറ ചേട്ടാ. സുഖം തന്നെയാണ്. അതായത് വേറെ ഒന്നുമല്ല, ക്രിമിനൽ കേസ് ഉണ്ടായി, മിക്കവാറും ഉണ്ടാവും. അറസ്റ്റ് ചെയ്ത് അകത്തോണ്ട് പോവോ അതോ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യും, എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. പെണ്ണുങ്ങളുടെ കാര്യമല്ലേ, നല്ലൊരു സാരി ഒരു പെണ്ണെടുത്തിട്ട് വന്നു ഞാൻ അത്രയും നല്ല സാരി കൊടുക്കാത്തൊരു പെണ്ണിന് അവരോട് ദേഷ്യം തോന്നും. ദേഷ്യം നല്ല അസൂയ അവളുടെ സാരി ഉണ്ടല്ലേ. സാരി ഉടുത്ത പെണ്ണ് സാരി ഉടുക്കാത്ത പെണ്ണിനോട് അസൂയൊന്നു. യു മീൻ ഭാഗ്യലക്ഷ്മി കെ അസൂയ ഹേ ടു ലക്ഷ്മി പ്രിയ? അസൂയപ്പെടാൻ പറ്റിയ സാധനം എന്ന് പറയേണ്ടി വരും ചിലപ്പോൾ. നാട്ടുകാരങ്ങനെയൊക്കെ പറയാം, നമ്മൾ കാര്യമാക്കല്ലേ. നയൻതാര കണ്ടിട്ടാണ് അസൂയപ്പെടുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അല്ലേ, അർത്ഥമുണ്ട്. അവൾ അത്രയും മെഗാ നടിയാണ്, ഓക്കെ, അത്രയും ജനങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ്, അത്രയും പോപ്പുലറാണ്, സ്വന്തമായിട്ട് സിനിമ ഇറക്കുന്ന ഒരു ആളും കൂടിയാണ്, സ്വന്തമായിട്ട് ഒരുപാട് പടം, അതായത് ലേഡി സൂപ്പർ സ്റ്റാറാണ്. അപ്പം നയൻതാരയുടെ കൂടെ ഒരു അസൂയ തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികം. ഈ ലക്ഷ്മി പ്രിയയെ കണ്ടിട്ട് എന്നെ അസൂയ തോന്നാൻ എനിക്കത് മനസ്സിലായില്ല. അസൂയപ്പെടാനായിട്ട് എന്തെങ്കിലും അതിലുണ്ടോ? ഒന്ന് ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും. അഭിനയിക്കറിയാൻ വയ്യില്ല. പിന്നെ ഞാനൊന്നും പറയാനില്ല, പിന്നെ വേറെ വല്ലതൊക്കെ പറഞ്ഞായിപ്പോൾ. അതുകൊണ്ട് കലാപരമായിട്ട് ഒരു കഴിവുമില്ല, അല്ലാണ്ട് ഒരു കഴിവുമില്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ തട്ടിപ്പ് നടത്തുന്നതിൽ 20 ലക്ഷം തട്ടിപ്പ് നടത്തുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ട് അതായിരിക്കും. അല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? കരഞ്ഞു മെഴുകി പ്രാകുന്നതല്ലാണ്ട്, ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് കാറ് തുപ്പുന്ന പോലത്തെ പരിപാടി ചെയ്യുന്നതല്ലാണ്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഇല്ല. പിന്നെ എന്തർത്ഥത്തിലാണ് അസൂയപ്പെടേണ്ട? എടാ, ഇപ്പം എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എനിക്ക് വേണ്ടേ? ഇത് ഒരു ക്വാളിറ്റി ഇല്ലാതെ എന്നെ കണ്ടിട്ട് അസൂയപ്പെടണമെന്ന് തോന്നി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇതെന്തുവാ ഇങ്ങനെ? ഞാനിപ്പോൾ ഇത് ആരോട് പറയും? അസൂയപ്പെട്ടെന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ലക്ഷ്മി പ്രിയ കണ്ടപ്പോൾ അസൂയ. സോ പതത്തറ്റിക് സിറ്റുവേഷനെ അസൂയപ്പെടാൻ എന്തെങ്കിലും വേണ്ട ചേട്ടാ. സോ ഇതെന്തുവാ ഇത്? ഇവിടെ മേക്കപ്പ് ഉണ്ടല്ലേ, അപ്പോൾ അവൾക്ക് ഇത്രയും മുടിയുണ്ട്, എന്തിനാ ഇത്രയും മുടി കൊണ്ട് നടക്കണേ? അതൊന്ന് കട്ടി വെച്ചാൽ ഇവിടെ പോകാൻ നേരത്തെ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങൾക്ക് അസൂയ കുശം പറയാൻ ചെറിയ സമയത്ത്, ആണുങ്ങൾക്ക് പ്രശ്നമില്ല. ആണുങ്ങൾക്ക് ആ പ്രശ്നമില്ല, ഓക്കെ, പെണ്ണുങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടല്ലേ. അപ്പോൾ വീട്ടിൽ ഭാര്യ ഇരുന്ന് അസൂയ കുശുമ്പ് ഒക്കെ പറയാറുണ്ട് മറ്റുള്ളവരെ പറ്റിയിട്ട്. അവളെ കണ്ടില്ലേ, അവളെ ഭർത്താവ് കണ്ടില്ലേടി, നീ എന്താടി ഈ സെറ്റപ്പ് സംസാരമായിരിക്കും വീട്ടിൽ. അതാണ് അണ്ണന് കൃത്യമായിട്ട് അറിയാം ഭാര്യയ്ക്ക് അസൂയുള്ള കാര്യം. അതുകൊണ്ട് മറ്റേ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അസൂയ കാണുമെന്നായിരിക്കും അണ്ണൻ്റെ വിചാരം. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ അല്ല അണ്ണ. അണ്ണൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കും? അസൂയയും കുശുമ്പൊക്കെ ഇരുന്നിട്ട് അടുത്ത് ഓരോരുത്തരെ ഇരുന്ന് പ്രാഗും, ഫോൺ വിളിച്ച് പ്രാഗും, ചീത്ത വിളിക്കും, ഇതൊക്കെ സ്വാഭാവികം. ഓക്കെ, നിങ്ങളുടെ ഭാര്യ എന്താണെന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. എന്നിട്ട് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നത് മെഴുകലെണ്ണ. എന്നാൽ ആദ്യം നിലയ്ക്ക് നിർത്തേണ്ട ഭാര്യ നിലയ്ക്ക് നിർത്ത്, എന്നിട്ട് ഉണ്ടാക്കാൻ ബാക്കി പെണ്ണുങ്ങളെടുത്ത്. അപ്പൊ നല്ല ഷർട്ട് ഇവിടെ വാങ്ങിയിട്ട് ഇഷ്ടമുള്ള നല്ല ഭംഗിയുണ്ട്, നീ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായി, പഴയ പോലെയല്ല, ഇങ്ങനത്തെ ഡ്രസ്സ് കൊണ്ട് നീ ഇടാനായിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ആ കുട്ടികളുടെ. പിന്നെ അതിനകത്ത് കുശുമ്പന്മാർ കാണുമല്ലോ, അതെനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ പിള്ളേരുടെ അസൂയം കുശുമ്പൂതുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷെ ആ കാര്യത്തിലേക്ക് ഞാൻ ചേച്ചിപ്പെടുന്നില്ല. ചേച്ചിക്ക് സാധാരണ ഒരു പരിചയം, ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, വീട്ടിലൊരു ബന്ധുവിനെ പോലെ തന്നെയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. എത്രയോ വർഷമല്ലേ, ഒരു 30-35 വർഷമായിട്ടുള്ള ബന്ധം ചേച്ചിയാണ്. അപ്പൊ ചേച്ചി എന്തിന്റെ പേരിലാണ് ചേച്ചിക്ക് കേട്ടുകേൾവി മാത്രമുള്ള കാര്യം? ചേച്ചിക്ക് കേട്ടുകേൾവി അവിടെ നിൽക്കട്ടെ. നിന്റെ അണ്ണന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ ചേച്ചി എന്നാ ഈ രൂപത്തെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പബ്ലിക്കിൽ വന്നിട്ട് ഒരു കല്യാണം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇല്ലാത്ത പച്ച അപരാധമാണ് ഇന്റർവ്യൂ കൊടുത്ത് ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പച്ച അപരാധം. അവളെ വെറും പോക്ക് കേസ് എന്നുള്ള രീതിയിൽ അടക്കം നിങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടാണ്, വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾ ഭാര്യ ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കില്ല. നാളെ നിങ്ങളുടെ മകളെ പറ്റിയിട്ട്, നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളെ പറ്റിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പച്ച അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? നിങ്ങളെ മകളെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ. ഓക്കെ, എൻ്റെ പൊന്നെണ്ണ, ന്യായീകരിക്കാനും നാണമല്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഭാര്യ വന്നിരുന്ന് മെഴുകി ന്യായീകരിക്കുക. ഭാര്യ അത് നിലയ്ക്ക് നിർത്താൻ പഠിക്കും. ഒരു പെണ്ണിനെ പറ്റിയിട്ട് അപരാധം വന്നിരുന്ന് പറയുന്നത് എവളെയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ആ പെണ്ണിൻ്റെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. സാമാന്യം ബോധമുണ്ടോ? ബോധം. ഈ പറയുന്ന അമ്മ സംഘടനയിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ അടക്കം കുറേ എണ്ണം അവിടെ നിന്ന് രാജിവെച്ച് പോയല്ലോ. ആ നിമിഷത്തെ അറിഞ്ഞാണ് അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഗൂഢാലോചന ചെയ്ത് പല രീതിയിലുള്ള കാര്യങ്ങളും ഇനിയിപ്പോൾ അലിഗേഷൻസ് കൊണ്ടിടുമെന്നത് നേരത്തെ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അത് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, അൻസിബയെ പറ്റിയിട്ട് പല ഇല്ലാത്ത അപരാധങ്ങളും പറഞ്ഞുണ്ടാക്കും. ഇനി ഉള്ളതാണെങ്കിൽ കൂടി അത് അവളുടെ പേഴ്സണൽ ലൈഫാണ്. അവൾ ആരെയും ദ്രോഹിക്കാൻ ഇറങ്ങിയിട്ടില്ല, ആരെയും ജയിലിൽ കയറ്റാൻ പോയില്ല, ആരെയും പറ്റിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാൻ അവൾ പോയിട്ടില്ല. അവൾ മതത്തിൻ്റെയും ജാതിയുടെയും പേരുകളും തമ്മിലടിക്കാൻ പോയിട്ടില്ല. ഒരു വർഗീയതയെ അവൾ സ്പ്രെഡ് ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ അവളെ കാര്യം നോക്കി പോകുന്ന അവളെ പറ്റിയിട്ട് ഇല്ലാത്ത അപരാധം പറഞ്ഞുണ്ടാക്കാൻ നിനക്കൊക്കെ നാണമില്ലേ എന്ന് സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയി ചോദിക്കും. നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ അണ്ണന്. ഭാര്യ 20 ലക്ഷം തട്ടിപ്പ് നടത്തേണ്ടോ? പങ്ക് പറ്റിയിരുന്ന് തിന്നുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. തട്ടിപ്പ് വെട്ടിപ്പ് നടത്തി ഇങ്ങനെ അങ്ങ് ജീവിക്കും അല്ലേ, നാട്ടുകാരെ മുഞ്ചിച്ച്.
അദാനിയിലേന്ന് 15 ലക്ഷം പോലെ 15 കോടി വരണമെന്ന് കരക്കമ്പിൽ സംസാരമുണ്ട്. അപ്പോൾ കൈയിട്ട് വരേണ്ട എല്ലാ ഓപ്ഷൻസും പോയി, എല്ലാം നശിച്ചു. തിരിച്ചു വരും, എനിക്കറിയാം തിരിച്ചു വരും. പക്ഷെ മറ്റുള്ളവരെ മൂഞ്ചിച്ചുകൊണ്ട് അഹവരുതന്നേ ഉള്ളൂ. കേട്ടോ അണ്ണൻ പറ. ചേച്ചി വന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കാം മോളെ എന്താ. ഇതിനു മുമ്പ് ചേച്ചി വിളിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ലക്ഷ്മിയെ നില്ല് എങ്കിൽ അണ്ണന്റെ ഭാര്യയ്ക്കും 5 പേര് വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. പകരം എന്താ ചെയ്തത്? വ്യാജ പരാതി കൊണ്ട് സ്റ്റേഷനിൽ കൊടുത്ത് അവിടെ വരുത്തിച്ച് അവളെ ഹരാസ് ചെയ്ത് അങ്ങനത്തെ എന്തൊക്കെ തൊട്ടി പരിപാടികൾ ഇത്. എന്നിട്ട് അവസാനം കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞപ്പം അയ്യോ 5 പേർക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ അവൾ വന്നാൽ പോരായിരുന്നു. ഈ ലെവലിലായി നാണോ മാനോ ഉളുപ്പില്ല. എന്നിട്ട് ഇപ്പം വന്നിരുന്ന് ഞാൻ കള്ളൊഴിച്ചു കൊടുത്തന്ന്. ഇങ്ങനെ ഒരു പെണ്ണുമ്പിള്ളയെ കൊണ്ട് നടക്കണമല്ലോ അണ്ണ. പറഞ്ഞ് മനസ്സിലാക്കി. തലയ്ക്കകത്ത് ജാണമാണെന്ന് തോന്നുന്നു മൊത്തം. ആണല്ലേ, ശരിയാ. ഇത്രയും ആളുകളിട്ട് പൊളിച്ചപ്പോഴും അല്ലെങ്കിൽ ഇത്രയും വീഡിയോസ് നെഗറ്റീവ് വീഡിയോസ് വന്നപ്പോഴും അത് ചേച്ചി ഒന്ന് വിളിച്ചിട്ട് എന്താണ് മോളെ ഇങ്ങനെ കാണുന്നുണ്ട്, എന്താ പ്രശ്നം? അല്ലെങ്കിൽ ചേച്ചി ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ലക്ഷ്മി എന്നൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത്രയുള്ള കാര്യം വിഷമുണ്ടല്ലേ ഭാര്യ ഏറിപ്പോയപ്പം. ഭാഗ്യലക്ഷ്മി ചേച്ചിയും വന്നിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തു വിട്ട് മൊത്തത്തിൽ മൂഞ്ചിരിക്കുക. വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും പറ. എനിക്കറിയാവുന്നതാണ്. അതായിരിക്കില്ല നിങ്ങൾ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാക്ക് ചേച്ചി പറഞ്ഞിട്ടില്ല. ചേച്ചി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആരാണോ ഇതിനകത്തുള്ള മറ്റൊരു പ്രതി, ഞാനവിടെ പേര് പോലും പറയുന്നില്ല. കാരണം ഇനി അതിന്റെ പേരിൽ ലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് എന്നെ പറ്റി മോശം പറഞ്ഞു, എന്റെ പേരെടുത്ത് പറഞ്ഞു. അങ്ങനെയൊന്നും ഞാനങ്ങനെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. നമ്മളെപ്പോഴും എവിടെ നടത്തിയ സന്തോഷം എന്ന് നോക്കാൻ ഒരു വ്യക്തിയാണ് ഞാൻ. സ്വന്തമായിട്ട് ചേച്ചി ഒരു ദിവസം ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ചേച്ചി ഒരാളെ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി ചെന്നു. വേറൊരു കുട്ടിയും സഹായത്തിന് കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പേര് പറയുന്നില്ല, ഞാൻ അവർക്ക് എന്നോട് വിരോധം വേണ്ട, എല്ലാവരും കണ്ട വീഡിയോ അറിയാവുന്ന കാര്യം. അപ്പൊ അവിടെ ചെന്നിട്ട് കരിയൂലായിട്ട് മുഖത്ത് വിളിച്ചിട്ട് അയാൾ തല്ലി ചീത്ത വിളിച്ചു. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ കുട്ടിയും ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ ചെന്ന് 10 അടക്കം കോടതിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പൊതുസമൂഹത്തിൽ ഇത്രയും മോശമാകുന്ന എന്തെങ്കിലും ആൾക്കാർ എന്തെല്ലാം നിങ്ങൾ പറയുന്നത്, ഇതൊക്കെ ചേച്ചി പറയുന്നത്. പക്ഷേ പേഴ്സണലി വിളിച്ച് ചേച്ചി കാര്യം ചോദിക്കാൻ പറയാൻ പറ്റും. ചേച്ചി ഇതുവരെ മിണ്ടിയില്ല. അണ്ണന് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ടായിരുന്നെങ്കിൽ അണ്ണ ഇങ്ങനെ സംസാരിക്കത്തില്ല. സ്വന്തം ഭാര്യ വന്നിട്ട് ഒരു പാവം പെണ്ണിനെ പറ്റിയിട്ട് കല്യാണം പോലും കഴിയാത്ത, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞോ കഴിയാത്തയോ വാട്ട് എവർ ഇറ്റ് ഈസ്, അവളെ പറ്റിയിട്ട് പച്ച അപരാധമാണ് നിങ്ങളുടെ ഭാര്യ പബ്ലിക്കിലോട്ട് തുപ്പി തള്ളിയിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് അണ്ണന് എന്ത് കുണയാണ് അടിക്കാനുള്ളത്? അതാദ്യം അടിക്കും കേട്ടാ. ഇമാതിരി പച്ച തീട്ട വർത്തമാനമൊന്നും പറയാതെ അണ്ണൻ്റെ ഭാര്യ കാണിച്ചിട്ടുള്ള ആ ഒരു അപരാധം, ഒരു പെണ്ണിൻ്റെ കരിയറിനെ തുലച്ച് അവളുടെ ജീവിതത്തിനെ തുലയ്ക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞ് നിങ്ങളുടെ ഭാര്യയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഭാര്യ മറ്റേ രംഭയാ, ഭൂലോക രംഭ, അവൾ ആര് നല്ലവളാണ്? 20 ലക്ഷം ഒരു പ്രൊഡ്യൂസറിനെ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. കോടതിയിൽ കേസും കിടപ്പുണ്ട്. ഇനി മനുഷ്യാവകാശ ഇതിലുള്ള ആശാ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന ലോക ഫ്രോഡായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ടാണ് കൂട്ടുകെട്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട അണ്ണാ? വെള്ളം കുടിക്കും കൊച്ചു രാമായണ. കൂടുതൽ വരവാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും അണ്ണനും നല്ലത്, അണ്ണൻ്റെ പൊണ്ടാട്ടിക്കും നല്ലത്. കൂടുതൽ അണ്ണനും പൊണ്ടാട്ടിയും കൂടി ന്യായീകരിക്കാനും മെഴുകാനും മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് അടിക്കാനും വന്നു കഴിഞ്ഞാൽ മൂഞ്ചത്തേയുള്ള കാര്യം പറയുമല്ലോ. ഇനി ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കെ. എനിക്ക് പറയാനുള്ളത്, ഈ അണ്ണന് ഭാഗ്യലക്ഷ്മി ചേച്ചി ഒരു റിപ്ലൈ കൊടുക്കണം. അണ്ണന് ഭയങ്കര മെഴുകൽ കൂടുതല. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കും എന്ന് പറയുന്ന മാതിരിയല്ലേ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കുകയായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായ ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിന് കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ.
അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസിയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യമായി സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു ലക്ഷ്മിപ്രിയ. ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസിയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. സത്യസന്ധമായ കാര്യം അല്ലേ? ഇവർ പറഞ്ഞ കറക്റ്റ് പോയിന്റുകളാണ്. ഈ അൻസിബയുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇവരെന്തിനാ ഇടപെടുന്നത്? ഇനി അങ്ങനെ ഉണ്ടോ ഇല്ലേന്ന് നമുക്കറിയത്തില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവളുടെ പേഴ്സണൽ കാര്യമാണ്, ആർക്കും ദ്രോഹമില്ലാത്ത കാര്യം. പക്ഷേ അവളെ താഴ്ത്തിക്കെട്ടാനും അവളെ ചെളിവാരി അടിക്കാനും പൊതുസമൂഹത്തിലോട്ട് ഇട്ടുകൊടുത്ത് നാറ്റിക്കാൻ വേണ്ടിയിട്ടും അവളുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ടും ലക്ഷ്മിപ്രിയയെ കാണിക്കുന്ന ചറ്റ പരിപാടി, പന്തയില്ലാത്ത പരിപാടി എന്ന് ചുരുക്കി പറയാം. ഓക്കെ, അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം. ഒരു പെൺകുട്ടിയെ എങ്ങനെ തകർക്കാം? ഞാൻ നേരത്തെ അറിഞ്ഞതാണ് അൻസിബയെ ഇനിയിപ്പോൾ തകർക്കാനായിട്ട് കാശ് കൊടുത്തുള്ള പരിപാടിയും അല്ലാത്ത പരിപാടിയും എല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞതാണ്. അതിനെ തുടർന്ന് തന്നെ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട് കഥകൾ അടിച്ചിറക്കുകയാണ്. ഓക്കെ, ഇതാണിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭാഗ്യലക്ഷ്മി ചേച്ചി നല്ല മറുപടിയാണ് കൊടുത്തത്. പക്ഷേ നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടായിരിക്കും അങ്ങ് പൊട്ടി അണ്ണ രംഗത്ത് അണ്ണ വീണ്ടും മൂഞ്ചി. ഭാര്യയെ ന്യായീകരിക്കുന്ന മറ്റേ ഭാര്യയെ സ്നേഹിക്കുന്നവർ പ്രസ്റ്റീജിനെ സ്നേഹിക്കൂ എന്ന് പറയുന്ന പോലെയാണ്. ലക്ഷ്മിപ്രിയയെ സ്നേഹിക്കുന്നവർ അണ്ണനെ സ്നേഹിക്കൂ. ഒന്നും പറയാനില്ല, അണ്ണൻ്റെ കുന്തളിപ്പ് വർത്തമാനം. ഇനി ന്യൂസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്കൊന്ന് കേൾക്കാം. അൻസിബ ഹസൻ നൽകിയ ഹർജി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ടിനിട്ടം തന്നെ നിരന്തരം അധിക്ഷേപിച്ചുവെന്നും ജിഹാദി എന്ന് വിളിച്ച് വ്യക്തിഹത്യ നടത്തിയെന്നുമാണ് അൻസിബ ഹസന്റെ പരാതി. നേരത്തെ കടവന്ത്ര പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും തുടർ നടപടി വൈകിയതിനാലാണ് നടി നേരിട്ട് കോടതിയെ സമീപിച്ചത്. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, അൻസിബ ഹസന്റെ പരാതി അത് കോടതിക്ക് മുന്നിലാണ് നിലവിലെത്തിയിരിക്കുന്നത്. എന്തായാലും അൻസിബ അതിനകത്തൊരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് നിയമ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ കൂടി ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് പോലീസ് അടക്കം അതിൽ കേസെടുക്കാൻ വിസമ്മതിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ കോടതി നടപടികൾ എന്തായിരിക്കും ആര്യ? ഇപ്പോൾ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് അൻസിബയുടെ പരാതി പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പോലീസിനെ അടക്കം അൻസിബ സമീപിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അൻസിബ കോടതിയെ നേരിട്ട് സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. തനിക്ക് നീതി വേണം, അതുവരെ താൻ പോരാടും എന്നുള്ള നിലപാട് തന്നെയാണ് അൻസിബ ഇപ്പോഴും ഇതാക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ടിനിട്ടം നിരന്തരം അധിക്ഷേപിച്ചെന്നും ജിഹാദി എന്ന് വിളിച്ച വ്യക്തിഹത്യ നടത്തിയെന്നുമുള്ളതാണ് അൻസിബയുടെ പരാതി. ഇത് നിരവധി തവണ അൻസിബ മാധ്യമങ്ങൾക്ക് മുന്നിലും അതുപോലെ തന്നെ അമ്മ സംഘടനയിലും ഈ പരാതിയുമായി എത്തിയിരുന്നുവെങ്കിലും അമ്മയിൽ നിന്നും സംഘടനകളിൽ നിന്ന് പോലും യാതൊരു വിധത്തിലും ഉള്ള ഒരു നീതി അൻസിബയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. അതിനുള്ളിൽ തന്നെ പരിഹരിക്കാവുന്ന പല വിഷയങ്ങളും ഇപ്പോൾ പുറത്തു വന്ന അമ്മ ഒരു വാദ സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അൻസിബയുടെ വിഷയം ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ അൻസിബയ്ക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് അൻസിബ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത്.
ഓക്കെ, കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, എല്ലാ കാര്യങ്ങളും വെടിപ്പായിട്ട് നടക്കട്ടെ. അൻസിബയ്ക്ക് നീതി കിട്ടട്ടെ. ഈ പറയുന്ന കുറെ ജിഹാദികൾ അപരാധികളൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും അടി കിട്ടട്ടെ. ഈ മതവും ഒക്കെ പറഞ്ഞൊരു പെണ്ണിനെ തൊലയ്ക്കാൻ അവളുടെ ഇല്ലാത്ത കഥകൾ പറയുക, അപരാധം പറയുക, ഇവളുമാരെല്ലാം കൂട്ടണം. അണ്ണൻ ലക്ഷ്മിപ്രിയയുടെ ഏട്ടായി സപ്പോർട്ടിനായിട്ട് വന്നിട്ടുണ്ട്. കുളിർമ. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ.